20 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് മയിൽ ടൗണിലായിരുന്നു. അപ്പോൾ അവിടെ സ്വന്തമായി ഒരു കെട്ടിടമില്ലാണ്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വളരെയധികം സന്തോഷം എന്താണെന്ന് വെച്ചാൽ വാടക കെട്ടിടത്തിലല്ലാതെ സ്വന്തമായി ഒരു സ്ഥാപനത്തിൻ്റെ കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിന് ഉടമയായതുകൊണ്ട് തന്നെ വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിലെ അത്യാവശ്യ കാര്യങ്ങൾ എന്താണ് പോരായ്മ എന്ന് മനസ്സിലാക്കി അത് അപ്പം തന്നെ പരിഹരിക്കാൻ നമ്മുടെ സ്കൂളിൻ്റെ മാനേജർമാർക്ക് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യമാണ്. നല്ലൊരു നല്ല മനോഹരമായൊരു കെട്ടിടമാണ്. അപ്പോൾ അതിലെല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ കാണുന്ന രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാവരും തിരക്കേറിയ ജീവിതത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെ രാവിലെ തൊട്ട് നമുക്ക് രാവിലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നോക്കി അവർ ഉറങ്ങി എണീറ്റ് ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ ഉറങ്ങി എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സാധാരണ 10 മണി മുതൽ 3 മണി വരെയാണ് നമ്മുടെ അങ്കണവാടികളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവരോട് സൂചിപ്പിക്കാനുള്ളത് ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഇവരിവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം 9:30-ക്കൊക്കെ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് അവരെ കുട്ടികളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ സാധിക്കും. പിന്നെ നമ്മുടെ സ്ഥാപനം കൊടുക്കുന്ന സേവനം നല്ല സേവനമായിരിക്കണം. കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും തൃപ്തി വരുന്ന രീതിയിലുള്ള സേവനം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാം പല മാധ്യമങ്ങളിലും മറ്റുമൊക്കെ കാണുന്ന ഒരു രീതിയുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറി കുട്ടികളെ എത്ര നല്ല രീതിയിൽ നമുക്ക് പരിചരിക്കാൻ സാധിക്കും. അവരുടെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ പാഠങ്ങൾ പഠിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അവർ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രാഥമികമായിട്ട് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അക്ഷരം പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 3 വയസ്സിലും 3.5 വയസ്സിലും കുട്ടിക്ക് അക്ഷരത്തിനോട് വലിയ പ്രാധാന്യം വേണ്ട, പഠിപ്പിക്കുക എന്നുള്ള അവർ മറ്റു കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് കളിച്ച് ചിരിച്ച് കൂട്ടായ്മ എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ഘട്ടമാണ് ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള. അത് മുഴുവൻ നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം. പിന്നെ 20 വർഷത്തെ പാരമ്പര്യമുണ്ട്. 20 വർഷം കുട്ടികളെ മയിൽ ടൗണിൽ സേവനം ചെയ്ത ഒരു പാരമ്പര്യം കൂടി ഉള്ളതുകൊണ്ട് ഒരു പുതിയ സ്ഥാപനമായിട്ടല്ല, പുതിയ ടീച്ചർമാരെ ആയിട്ടായിരിക്കില്ല കുട്ടികൾ കാണുന്നത്, രക്ഷിതാക്കളും കാണുന്നത്.
അപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പരിചയമുള്ളവരാണ്, നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചവരാണ് എന്നുള്ളത് രക്ഷിതാക്കൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഈ കെട്ടിടം ഇന്ന് ഈ രീതിയിലേക്ക് ഇവരെ വളർത്താനുള്ള ആ ആത്മവിശ്വാസം ഉണ്ട് ഇവർക്ക്. അതുകൊണ്ടാണല്ലോ എനിക്കൊരു പുതിയ സ്ഥാപനം ഇവിടെ തുടങ്ങിയാൽ ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാകും, അല്ലെ ഇത് ഒരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. പിന്നെ നമുക്കറിയാം ഒരു സംരംഭം ഇപ്പോൾ ബാങ്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അതുതന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ എനിക്കറിയാം പിന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും 941 പഞ്ചായത്തുകളിലും അതുപോലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഇൻറ്റേണൽ എന്ന വ്യവസായ വകുപ്പിൽ നിന്നൊരു ജീവനക്കാരനെ നിയമനം നടത്തിയിട്ടുണ്ട്. അത് 2 വർഷമായി പഞ്ചായത്തുകളിൽ നിയമനം നടത്തിയിട്ട്. അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി എന്താണ് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ സംരംഭത്തിൻ്റെ ആശയം ഉണ്ടാവും മനസ്സിൽ. പക്ഷേ ആ പുതിയ സംരംഭം തുടങ്ങാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ട് ഒരു ലോൺ, ഒരു ബാങ്കിൽ പോയാൽ എങ്ങനെയാണ് അത് ബാങ്കിൽ നിന്ന് ഒരു ലോൺ, അതിൻ്റെ പേപ്പറുകൾ എങ്ങനെ ശരിയാക്കാം, ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് വ്യവസായ വകുപ്പ് ഇൻറ്റേണലിൻ്റെ നിയമനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ എനിക്ക് തോന്നുന്നു കുറേ വ്യവസായ സംരംഭങ്ങൾ ബാങ്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് എല്ലാവിധ സൗകര്യങ്ങളും ബാങ്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കുമായി ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങിയതെന്നാണ് ഞാൻ ഇൻറ്റേണലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വരുൺ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംരംഭം തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി ഇവരിപ്പോൾ സ്വന്തം സ്ഥലത്താണ് ഈ കെട്ടിടം തുടങ്ങിയിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംരംഭം വരുമ്പം അതിൽ നമുക്കൊരു 5 ആൾക്ക്, ഇപ്പോൾ 3 ആൾക്ക് തൊഴിലെന്ന് പറഞ്ഞത് ഇപ്പം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് 5 or 6 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി മാറും. നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് 6 ആൾക്ക് തൊഴിൽ കൊടുക്കുക, അല്ലെങ്കിൽ 3 ആൾക്ക് തൊഴിൽ കൊടുക്കും. 3 പേർക്കാണ് ഇവർ മുഖേന ഈ സംരംഭം മുഖേന തൊഴിൽ കൊടുത്തത്. അങ്ങനെ നമ്മുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നൊരു രീതിയിലേക്കും കൂടി വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്കും അതുപോലെ മറ്റ് പല സംരംഭങ്ങളും നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കറിയാം. കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന തീർത്തും ഒരു ഗ്രാമമാണ് അല്ലേ. ഇപ്പോഴാണ് കുറ്റ്യാട്ടൂർ, ഞാൻ പറയാം ഇപ്പോഴാണ് കുറ്റ്യാട്ടൂർ കുറച്ചും കൂടി, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്നുള്ള ആളുകളുടെ എന്താ പറയുക ചേക്കേറുക എന്ന് തന്നെ പറയാം. ടൗണിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ കുറ്റ്യാട്ടൂരേക്ക് വന്ന് താമസവും മറ്റ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ തുടങ്ങിയിട്ട് അത് പഞ്ചായത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് പെർമിറ്റിൻ്റെ അധിക വരവ്, പഞ്ചായത്തിൽ പെർമിറ്റ് എടുക്കുന്ന അധിക വരവ് കണ്ടപ്പോഴാണ് നമുക്ക് എനിക്കറിയാം ഒരു ദിവസം തന്നെ 5ഉം 6ഉം പെർമിറ്റ് പഞ്ചായത്തിൽ പുതിയതായിട്ട് എടുക്കാൻ വരും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും അതുപോലെ നമ്മുടെ പിന്നെ പല മട്ടന്നൂരായാലും ഇങ്ങനെയുള്ള പല ടൗണുകളിൽ നിന്ന് കുറ്റ്യാട്ടൂരേക്ക് ആളുകൾ വീട് വെക്കാനായിട്ട് സ്ഥലം എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ എയർപോർട്ട് അടുത്താണ് നമുക്ക്. അപ്പോൾ സാധ്യതകൾ ഏറെയുള്ള ഒരു പഞ്ചായത്താണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമുക്കറിയാം ഗ്രാമമാണെങ്കിലും കൂടുതലും നമ്മളെന്താണ് കൃഷിക്കൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന പഞ്ചായത്താണെങ്കിലും എല്ലാ സംരംഭങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് നമുക്കെന്താണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ വളർച്ച നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്ന അല്ലെ ഒരു നല്ലൊരു സമൂഹമുള്ളൊരു ഗ്രാമപഞ്ചായത്ത്, സമൂഹം സഹായിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അങ്ങനെ വരുമ്പോഴാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നമുക്കറിയാം 2023-24 നടന്ന തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യത്തെയും അതുപോലെ സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തിൻ്റെ ബഹുമതി മേടിക്കാൻ സാധിച്ചത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് ഫണ്ട് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല, ജനങ്ങളുടെ ഒരുപാട് സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. പൊതുജനങ്ങൾ ഒരുപാട് സഹായിച്ചു, തൊഴിൽ കൊടുക്കാൻ സഹായിച്ചു, കുട്ടികളുടെ പഠനം ഏറ്റെടുക്കാൻ സഹായിച്ചു, പഞ്ചായത്ത് ആവശ്യമായവർക്ക് വീടും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കുന്നതിന് പഞ്ചായത്ത് പദ്ധതി വെച്ചു. ബാക്കി തൊഴിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽപ്പെട്ടല്ലേ യൂസഫേ, നമ്മുടെ മൈമൂനത്തെന്ന് പറയുന്ന അവർക്ക് ആ മൂത്ത കുട്ടി +2 കഴിഞ്ഞു, ഇളയ കുട്ടി 1ാം ക്ലാസ്സിൽ, 5 കുട്ടികളുണ്ട്. മാനസിക രോഗിയായ ഉമ്മ ഭർത്താവ് ഇട്ടിട്ട് പോയി. നിങ്ങൾക്കറിയാലോ അവരുടെ സ്ഥിതി എന്താണെന്ന്. ഒരു വീടുണ്ട് എല്ലാവരും കൂടി എടുത്തു കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഒന്നും അവർക്കില്ല. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ITM കോളേജ് നമ്മുടെ അടുത്തൊരു സ്ഥാപനമാണ് നമ്മുടെ പഞ്ചായത്തിനുള്ള ITM കോളേജ്. അപ്പോൾ ITM കോളേജ് അത് ആ ഒരു പരിപാടിയിൽ കുറേ കിറ്റ് ഞങ്ങൾക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ആ പരിപാടിയിൽ വെച്ച് കുട്ടികളടക്കം കോളേജിലെ 100 കുട്ടികളോളം പങ്കെടുത്തൊരു പരിപാടിയിൽ വന്നപ്പോൾ ഇവരും പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ പങ്കെടുത്തപ്പോൾ ഞാൻ ഇവരുടെ പഠനത്തെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ITM കോളേജ് ഈ കുട്ടിയുടെ പഠനം. അപ്പോൾ ഇപ്പോൾ ഈ +2-ന് ആ കുട്ടിക്ക് 95% മാർക്കോട് കൂടി ആ കുട്ടി പാസ്സായി, 5 A+ഉം 1 B+ഉം. അപ്പോൾ ഒരു നല്ല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന് ഇത്രയും വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എത്ര നല്ല, നമുക്കറിയാം ഒരു കുട്ടി പഠിക്കണമെങ്കിൽ അച്ഛനും അമ്മയും അല്ലേ ഒരു 95% അല്ലെങ്കിൽ 100% വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അത്ര കഷ്ടപ്പെടണം, നമ്മൾ പുറകെ നിൽക്കണം. നമുക്കെല്ലാം അറിയാം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ രാവിലെ എണീപ്പിക്കണം, ഒരു സാഹചര്യവുമില്ല രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ഉമ്മ എണീക്കില്ല.
അത്ര ബുദ്ധിമുട്ടി പഠിച്ച കുട്ടിയും 95% മാർക്കോടുകൂടി അത് നാടിൻ്റെയും സമൂഹത്തിൻ്റെയും സ്കൂളിലെ അധ്യാപകരുടെ ഒക്കെ പിന്തുണയോടുകൂടി പഞ്ചായത്തിൻ്റെ പിന്തുണ ഒക്കെ കിട്ടിയത് കൊണ്ടാണ് ആ കുട്ടിക്ക് അത്ര. അപ്പോൾ അവരുടെ പഠനം ഏറ്റെടുക്കാൻ ITM കോളേജ് തയ്യാറായി. അപ്പോൾ നമ്മുടെ സമൂഹം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹായിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് കുറ്റ്യാട്ടൂരുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെയൊക്കെ സഹായിക്കാനുള്ള ഒരു സന്മനസ് നമ്മുടെ ജനങ്ങൾക്കെല്ലാം ഉണ്ടാകണം. പല രീതിയിലായിരിക്കും നമ്മുടെ ജനങ്ങൾ അല്ലേ, പല രീതിയിലുള്ളവരുണ്ടാവും, നമ്മൾ കാണുന്നുണ്ടാവില്ല. അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങളോട് ഇത് സൂചിപ്പിച്ച് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ സഹായിക്കാൻ പറ്റണം, ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നും കൂടിയാണ്. ഇതൊരു നല്ല സ്ഥാപനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനെ ഇപ്പോൾ നമുക്ക് 2 ക്ലാസ് റൂമാണുള്ളത്. എനിക്ക് തോന്നുന്നത് അധിക ക്ലാസ് റൂം ആക്കാം അല്ലേ. അധിക ക്ലാസ് റൂമുകളാക്കിക്കൊണ്ട് നമുക്കിപ്പോൾ ഒരു വർഷം, ആദ്യത്തെ വർഷം നമുക്ക് ഇത്രയും സൗകര്യം വേണ്ടു, പിന്നത്തെ വർഷമായിരിക്കും നമുക്കിതിന് സൗകര്യം കൂട്ടണമെന്ന് തോന്നുന്നത്. ഇനി ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് തുടങ്ങിയാൽ വേറൊരു സ്ഥലത്ത് വേറൊന്ന് തുടങ്ങാം അല്ലേ. ആ രീതിയിലേക്ക് നമുക്ക് തുടങ്ങുന്നതിനുള്ള കഴിവ് ഒക്കെ ഉണ്ടാകണം എന്നാണ് പ്രിൻസിപ്പാളിനോട് സൂചിപ്പിക്കാനുള്ളത്. നല്ലൊരു മേൽനോട്ടത്തിൽ എനിക്ക് തോന്നുന്നത് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേദിയിൽ വെച്ച് പ്രസംഗിക്കാൻ അറിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുകയില്ല, പക്ഷേ നല്ല കഴിവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ടീച്ചറാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേറൊരു സ്ഥാപനം കൂടി തുടങ്ങുന്ന രീതിയിലേക്ക് നമുക്കൊരു 3-4 കൊല്ലം കഴിയുമ്പോൾ തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ. ഇവിടെ ഇപ്പോഴേ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ നല്ല സൗകര്യമാണ്. നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയാൽ തന്നെ എന്താ പഠിപ്പിച്ചതെന്നാ കുട്ടികളോട് രക്ഷിതാക്കൾ ചോദിക്കുക. അതൊന്നും മാറേണ്ടത് തന്നെയാണ്. ആദ്യ ദിവസം എന്താ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. ആദ്യത്തെ ദിവസം കുട്ടികൾക്ക് പ്ലേ സ്കൂളാണ്, പ്ലേ ചെയ്യാൻ തന്നെ ആയിരിക്കണം കൂടുതൽ പ്രാധാന്യം. അത് നമ്മൾ ഈ വന്ന നാട്ടുകാരെ എല്ലാവരും രക്ഷിതാക്കളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തെ പ്രകാരം കുട്ടികളെ അധികം പഠിപ്പിക്കേണ്ടത് തന്നെ 6-ാമത്തെ വയസ്സ് മുതൽ മാത്രമായിരിക്കണം. മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പരിശീലനം നേടിയവരും ഏറ്റവും കൂടുതൽ യോഗ്യത നേടിയവരും ഈ ഇങ്ങനെയുള്ള ചെറിയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരാണ്. അവരാണ് കൂടുതൽ ശമ്പളം വാങ്ങുന്നവരും അംഗീകാരം നേടുന്നവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതിന് ലേശം വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവർക്ക് നല്ല പരിചയമുണ്ട്. അത് നമുക്കറിയാം, ഈ തൊട്ടിലാടുന്ന കൈകളാണ് രാജ്യം ഭരിക്കുന്നത്. ഇവർ അമ്മമാരാണ്, കുറേ കൊല്ലം പഠിപ്പിച്ചവരാണ്. ഇനിയുള്ള കൂടുതൽ കുട്ടികളെ വളരെ നന്നായി പഠിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ എന്നും ഇത് വളരെ വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വണ്ടർ കിഡ്സിൻ്റെ കെട്ടിടോദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റെജി അവർകൾ, ഈ വണ്ടർ കിഡ്സിൻ്റെ പ്രിൻസിപ്പലായ സാഹിദ ടീച്ചർ, ഇതിൻ്റെ ഉടമയും എൻ്റെ കൂട്ടുകാരിയുമായ സുജാതാജി, ഈ ഉദ്ഘാടനത്തിൽ അധ്യക്ഷ വഹിക്കുന്ന നമ്മുടെ വാർഡിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ മെമ്പർ യൂസഫ് പാലക്കൽജി, നമ്മുടെ എല്ലാവരുടെയും വഴികാട്ടിയായ കുഞ്ഞിരാമൻ മാഷ്, ഈ ബിൽഡിങ്ങിൻ്റെ എൻജിനീയറായ ശ്രീ ബാബുജി. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ നട്ടെല്ലാണ് വിദ്യാഭ്യാസം. അവിടെയുള്ള അധ്യാപകരും കുട്ടികളും നമ്മൾ ആരും അറിയാത്ത അല്ലെങ്കിൽ കാണാത്ത വഴിവിളക്കുകളാണ്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ 20 വർഷമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ സ്കൂളാണെങ്കിലും വളരെയധികം നല്ല പ്രവർത്തനത്തിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു സ്കൂള്. ഈ സ്കൂളിന് വിത്തുപാകിയ സുജാതയ്ക്ക് ഇത് വളർന്നു വന്ന് വലിയൊരു പന്തലായി നല്ല ഫലങ്ങൾ നമ്മൾക്ക് തരാൻ കഴിയട്ടെ. നാളെ ധാരാളം ഉത്തമ പൗരന്മാരെയും രാജ്യസ്നേഹികളെയും സൃഷ്ടിക്കുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി, വലിയൊരു സ്ഥാപനമായി ഇത് മാറാൻ സുജാതയ്ക്ക് കൈകൾ ജഗദീശ്വരൻ നൽകട്ടെ. അതിനുള്ള
അതിനുള്ള കൈകൾക്ക് ശക്തി പകരട്ടെ ഈശ്വരൻ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇതിൻ്റെ സ്വാഗത പ്രഭാഷണം സൂചിപ്പിച്ച മാതിരി 20 വർഷം മുന്നേ മയിൽ ടൗണിൽ ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയ സ്ഥാപനം അത്രയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അന്നത്. കാരണം മയിലെ ഇന്ന് ടീച്ചറുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഇന്ന് പല മേഖലകളിൽ പ്രശസ്തിയാർജിച്ച വിദ്യാർത്ഥികളായിട്ട് അറിയപ്പെടുന്നവരുണ്ട്. കാരണം ടീച്ചർ ആ വാടക കെട്ടിടം ഒഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നൊരു 5-8 വർഷമായിട്ട് ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അലച്ചൽ തന്നെയായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങൾക്ക് വാടക കെട്ടിടത്തിന് പറയുകയും അവസാനം ഈ ഒരു കെട്ടിടം എടുത്ത് ഇതിനും ഒരുപാട് ഇതിൻ്റെ പിറകെയൊക്കെ നടന്ന് ഒരുപാട് ഇതൊക്കെ നേടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 4-5 സ്റ്റാഫുകളെ വെച്ചിട്ടാണ് എങ്കിലും ഇത് കൊണ്ടുപോകുന്നെങ്കിൽ പോലും ഇത് ഭാവിയിൽ നല്ല നിലയിൽ ഒരു 50ഓളം ജീവനക്കാരുള്ളൊരു സ്ഥാപനമായിട്ട് ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യമായി വണ്ടർ കിഡ്സ് പ്രീ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സുജാത ടീച്ചർക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് റെജി PP മാഡത്തിനും ഞാൻ എൻ്റെ പേരിലും വണ്ടർ കിഡ്സ് പ്രീ സ്കൂളിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ യൂസുഫ് സാറിനും എൻ്റെ പേരിലും വണ്ടർ കിഡ്സ് പ്രീ സ്കൂളിൻ്റെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസ അറിയിച്ച PV കുഞ്ഞിരാമൻ മാസ്റ്റർ സാറിനും ഞാൻ എൻ്റെ പേരിലും വണ്ടർ കിഡ്സ് പ്രീ സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ആശംസ അറിയിച്ച ബാബു പണ്ണേരി സാറിനും എൻ്റെ പേരിലും വണ്ടർ കിഡ്സ് പ്രീ സ്കൂളിൻ്റെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കേണൽ സാവിത്രി അമ്മ കേശവൻ മാമിനും ഞാൻ എൻ്റെ പേരിലും വണ്ടർ കിഡ്സിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.